എൻ്റെ പേര് മെജിസൺ. ഞാൻ സെൻറ് തോമസ് കോളേജ് HSS തൃശ്ശൂരിലെ ചിത്രകലാ അധ്യാപകനാണ്. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം പരിചയപ്പെടുത്താൻ പോവുകയാണ്. ചിത്രം എന്ന് പറയുമ്പോൾ അല്പം വ്യത്യസ്തമായ രീതിയിലൊരു ചിത്രരചനയാണ്. എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് ആരും അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടായിരിക്കാം, എൻ്റെ അറിവിലില്ല. അതായത് പൊതുവിദ്യാഭ്യാസത്തിൽ കുട്ടികളൊക്കെ 10, 9, 8 ക്ലാസ്സുകളിലൊക്കെ പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പഠിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് അവർ ജോമെട്രിക്കൽ പാറ്റേണുകളും പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പോൾ ഹൈസ്കൂളിൽ പഠിപ്പിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മളും പരിചയപ്പെടാനും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ വേണ്ടി അതിൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ പോവുകയുണ്ടായപ്പോൾ ഇതുപോലെ പൈത്തൺ പരിചയപ്പെട്ടു. അപ്പോൾ എന്തോ എനിക്ക് പൈത്തൺ അത്രയ്ക്കങ്ങോട്ട് നമുക്കങ്ങോട്ട് ദഹിക്കുന്ന ഒരു സംഭവമായി മാറിയില്ല. പക്ഷെ പൈത്തൺ അറിയുന്നവർക്ക് അറിയാം, പൈത്തൺ ലോജിക്കായിട്ടും ഒക്കെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേകതരം നല്ല രസമാണ്. അതിന് ഇഷ്ടമുള്ള എല്ലാ സോഫ്റ്റ്വെയറിനും ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര അത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്തുകൊണ്ടോ എനിക്കത് അത്രയ്ക്ക് താല്പര്യം തോന്നിയില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ അതിൽ നിന്ന് വേറെ എന്തെങ്കിലും സാധ്യത, ഞാനൊരു ചിത്രകലാ അധ്യാപകനായതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നൊരു അന്വേഷണം എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിൽ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വെറുതെ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തി നോക്കി. അതിൽ അപ്പം അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയ ഒരു വർക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കാണിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കുക, അങ്ങനെ ഇഷ്ടപ്പെടുമോ നോക്കാം. ഓക്കെ, ഉബുണ്ടുവിൽ ഞാൻ ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലാണ് പൈത്തൺ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പേജിൽ ഒരു ന്യൂ എടുത്തിട്ട് അതിലാണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വരികയാണ് സ്വാഭാവികമായിട്ട് ചെയ്യാൻ. പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കമന്റുകൾ നമ്മൾ ചെയ്യണം. ലോജിക്കായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരാൻ സാധിക്കുള്ളൂ. ഇവിടെ ഞാൻ പക്ഷേ അതിൽ കുറച്ച് കമന്റ്സ് മാത്രം എടുത്തുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അതായത് പ്രോഗ്രാമിങ്ങിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റിന് മൂവ്മെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അത് പ്രോഗ്രാം എഴുതി വേണം. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള കോമൺ ആയിട്ട് അതിന് വരുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ് ഒരു കമാൻഡ് ആയിട്ടുള്ള ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് കൊടുക്കുന്നു. നമ്മൾ ആ വരയ്ക്കുന്ന പെന്നിന്റെ സൈസ് കൊടുക്കുന്നു, പെന്നിന്റെ കളർ കൊടുക്കുന്നു. ഇത്രയാണ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു കമാൻഡ്. അതിനുശേഷം പിന്നീട് വരുന്നത് ആ പോയിന്റ് ഇത്ര ദൂരം മുന്നോട്ട് പോകുന്നു, ഇത്ര ഡിഗ്രി ചെരിയുന്നു, വലത്തോട്ടോ ഇടത്തോട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഞാനത് അതിൽ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. അതാ ഇവിടെ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് പെൻ സൈസ് 3, പെൻ കളർ റെഡ്, ഫോർവേഡ് 1, റൈറ്റ് 300, ഫോർവേഡ് 50, റൈറ്റ് 20, ഫോർവേഡ് അല്ലെങ്കിൽ എന്താ പറയുക ലെഫ്റ്റ് ഫോർവേഡ്. ഇത് മാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു സെന്റർ ഒരു പോയിന്റിനെ റൈറ്റും ലെഫ്റ്റും ഇത്ര ഡിഗ്രി മൂവ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിലാണ് ഒരു പ്രോഗ്രാം എഴുതിയത്. അങ്ങനെ ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആ പ്രോഗ്രാം നമ്മൾ ഓരോ മൂവ്മെന്റും നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രമാണ് അത് ഒരു ചിത്രമായിട്ട് മാറുള്ളൂ. ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്തത്. ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഞാൻ ആദ്യം ചെയ്തൊരു വർക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഞാനതിനെ ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സേവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഒന്ന് റൺ ചെയ്യുമ്പോൾ റൺ മൊഡ്യൂൾ കൊടുക്കുമ്പോൾ ഇതാ അതിൻ്റെ ഒരു ചിത്രമായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഗാന്ധിജിയുടെ ഒരു ചിത്രമാണ് അതിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇത്രയാണ് അതുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ആരോ പോയിന്റിനെ നമ്മൾ ഇത്ര ഡിഗ്രി ചെരിഞ്ഞ് ഇത്ര ദൂരം മുന്നോട്ട് പോയി, ഇത്ര ഡിഗ്രി ചെരിഞ്ഞ് ഇത്ര ദൂരം മുന്നോട്ട് പോയി, അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഗാന്ധിജിയുടെ ചിത്രം ഞാൻ വരച്ചിട്ടുള്ളത്. ഇതൊരു വ്യത്യസ്തമായ ഒരു രീതിയിൽ ചെയ്ത ഒരു വർക്കാണ്. അപ്പൊ ഇത്തരത്തില് പ്രോഗ്രാമുകൾ എഴുതിക്കൊണ്ട് ചിത്രം വരയ്ക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു, വിശ്വാസമായിരുന്നു. നമ്മുടെ കണ്ട സുഹൃത്തുക്കളൊക്കെ അതിന് നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.